സാമ്പാർ ഉണ്ടാക്കി എത്ര നേരമില്ലേന്ന് കേട്ടോ. കാരണം ഡബ്ബ ചെയ്ത് മടുത്ത് എത്ര നോക്കിയിട്ട് എനിക്കങ്ങോട്ട് മനസ്സിന് തൃപ്തിയാവുന്നില്ല. എന്തായാലും വേണ്ടില്ല, ഇതങ്ങനെ റെഡി ആവട്ടെ. അതിൻ്റെ ഇടയിൽ കൂടെ അല്ലോടെ പടപടാന്ന് സൗണ്ട് ഉണ്ടാക്കണ്ടേ, അതൊന്നും മൈൻഡ് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇന്നലെ കിട്ടുകയാണ്. നമ്മൾ തട്ടിക്കൂട്ട് സാമ്പാർ മാറ്റി നല്ലൊരു സാമ്പാർ ഉണ്ടാക്കാൻ ഉദ്ദേശവുമായിട്ടാണ് ഞാൻ ഇന്നലെ രാത്രി മൊത്തം പച്ചക്കറിയും കട്ട് ചെയ്ത് വെച്ചത്. അതിലേക്ക് തേങ്ങയും ചിരകി വെച്ചിട്ട് ആവശ്യത്തിന് കുറച്ച് പരിപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും കായവും ഉപ്പും ഒക്കെ ഇട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ സാമ്പാർ ഇത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു വിസിലടിച്ച് രണ്ടാമത്തെ വിസിലാകുമ്പോൾ ഞാൻ അങ്ങ് ഓഫാക്കി. അല്ലെങ്കിൽ നമ്മൾ വഴുതനയും വെണ്ടയ്ക്കയും ഇത് ചള്ളിപ്പിളിയെന്ന് ഒടിഞ്ഞു പോകും. അപ്പോൾ നമുക്കത് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് തേങ്ങയുടെ പണി നോക്കിയാലോ. തേങ്ങയിലേക്ക് ചെറിയുള്ളി, വെളുത്തുള്ളിയും ഒരു വറ്റൽമുളകും കരിവേപ്പിൻ്റെ ഇലയും നല്ല ജീരകം, പെരുംജീരകം, ഉലുവ, ഉഴുന്ന്, കുറച്ച് കുരുമുളക് ഇട്ടിട്ട് നമുക്ക് അതിനെ അങ്ങ് ചട്ടിയിലിട്ടിട്ട് വറുത്തെടുക്കാം. എനിക്ക് ഏറ്റവും കൂടുതൽ ടഫുള്ള പണി തേങ്ങ വറുത്തെടുക്കുക കേട്ടോ. അത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ പുക മണക്കുന്ന പോലെ എന്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. അപ്പോൾ പിന്നെ അത് സിമ്മിലിട്ടിട്ട് ഇളക്കി 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 കയ്യിൻ്റെ ഊപ്പാട് ഇളകുന്ന വരെ ഇളക്കും. ഞാൻ അധികം തലേന്ന് രാത്രി തന്നെ അത് എന്താ പറയുക വറുത്ത് വെച്ചിട്ട് പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കലാട്ടോ. എന്നാൽ പിന്നെ രാവിലെ അതങ്ങ് എടുത്തിട്ട് മിക്സിയിലടിച്ചിട്ട് പെട്ടെന്ന് കറി റെഡി. നമുക്ക് ഈ തേങ്ങ വറക്കല്ലേ സാമ്പാർ ഉണ്ടാക്കുക ഏറ്റവും മടിയുള്ളൊരു കാര്യം. പെട്ടെന്ന് രാവിലെ നമുക്ക് സാമ്പാറും ദോശയും വീട്ടിലൊക്കെ കഴിക്കാൻ ഭയങ്കര രസമായിരിക്കും. പക്ഷേ ഈ തേങ്ങ വറുക്കുന്ന കാര്യം ആലോചിക്കുമ്പോൾ വിചാരിക്കും വേണ്ട, വേറെ എന്തെങ്കിലും വെച്ചാൽ മതി. അങ്ങനെ എന്തായാലും വേണ്ടില്ല, നമുക്കിത് സാമ്പാറിലോട്ട് പോകാം തിരിച്ച്. അങ്ങനെ ഈ വറുത്ത് വെച്ചിട്ട് തണുത്തപ്പം ഞാനത് മിക്സിയിലിട്ട് അടിച്ചു. അതിവിടെ പറ്റിയിട്ടില്ല, സോറി. അത് നമ്മൾ ഈ അരപ്പ് സാമ്പാറിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ നല്ലോണം തിളപ്പിച്ച് ഇതിലേക്ക് വറവിട്ട് മാറ്റിയെടുക്കാം. വറവിലേക്ക് കുറച്ച് കടുകും പച്ചമുളകും ഇട്ടിട്ട് നമുക്ക് ആ വറവ് കറിയിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഇടാട്ടോ, വേണമെങ്കിൽ ഒരു ഭംഗിക്ക്. പക്ഷെ നമ്മളിതിവിടെ ഇതേ ചെയ്യുന്നുള്ളൂ. അപ്പം സാമ്പാർ കൂട്ടിയിട്ട് ദോശയും കഴിച്ചിട്ട് ഞാൻ പോയി വരാം. അപ്പം വീണ്ടും കാണുന്നവരേക്കും ബായ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ട്രൈ ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.